മുൻ ഡിവൈഎസ്പി ശ്രീ സുഭാഷ് ബാബു നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുഭാഷ് ബാബു, 13 വർഷത്തിന് ശേഷം ഒരു പ്രതി പിടിയിലാകുക, അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ബാക്കി നിർത്തുക, ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? സവാദിനെ 13 വർഷത്തിന് ശേഷം കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വാർത്ത. ഹലോ, കേൾക്കാമല്ലോ അല്ലേ സാർ? കേൾക്കാമല്ലോ അല്ലേ? 13 വർഷത്തിന് ശേഷം ഒരു ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഒരു പ്രതി പിടിയിലാകുന്ന ആ ഒരു വാർത്തയെ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? ഇത് ചെയ്ത പ്രതികളെ ഏത് ഭാഗത്തുള്ളതാണ്, ഏത് സംഘടനയുടെ ആളുകളാണെന്ന് നോക്കാം. അത് PFIയുടെ അല്ല പല NDFന്റെ ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ ഒരു ശൃംഖലയോട് കൂടിയിട്ട് അവര് ആസൂത്രണമായിട്ട് ചെയ്യുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. അതിന് അവരുടേതായ ഒരു സംഘടനാ സംവിധാനവും ഉണ്ട്. അവരിപ്പോ എന്താന്ന് പറഞ്ഞാല് പ്ലാൻ ചെയ്തതിനു ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആളുകളെ തീരുമാനിച്ചതിന് ശേഷം അവര് ആ സ്ഥലത്ത് സംഘടിപ്പിച്ച് ഇത് ചെയ്തതിന് ശേഷം അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യവും രക്ഷപ്പെട്ടതിന് ശേഷം ഒളിത്താവളങ്ങളും ആ സംഘടന തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ നമ്മള് അറിയപ്പെട്ടിരിക്കുന്ന സംവിധാനം. അതനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയിട്ട് അദ്ദേഹത്തിന് ഒളിവിൽ താമസിക്കാനോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ നിലനിന്നിരുന്ന ഒരു സംഘടനയാണ്. ഇപ്പോ എന്തുകൊണ്ടാണെന്ന് സവാദിനെ കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ എല്ലാവരെയും PFIയുടെ ആൾക്കാരൊക്കെ ജയിലിൽ പോയതിനു ശേഷം അവരുടെ സംവിധാനം ഇപ്പൊ പഴയ മാതിരി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തികമായ പരാധീനതകളുണ്ട്. അതിന്റെ വ്യക്തിയെ സംരക്ഷിക്കുന്ന ആളുകൾ പോലും ജയിലിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷരാകുകയോ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്തേക്ക് ആരെങ്കിലും അവരിൽ തന്നെ ചില ആളുകളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള രീതിയിൽ ലഭിക്കുകയും ആ ലഭിച്ച പശ്ചാത്തലത്തിലാണ് കിട്ടുന്നത്. അത് ഏതായാലും ശരി, അങ്ങനെ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളെയും പ്രവർത്തകരെയും ഒക്കെ നേതാക്കന്മാരെയും ഒക്കെ ഇതിന് സാമ്പത്തിക സ്രോതസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ജയിലിൽ പോയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സവാദ് ഇത്രയും നാൾ പിടിച്ചു നിന്നിട്ടും അവസാനം അദ്ദേഹം പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം അല്ല പിടിക്കപ്പെടാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. വളരെ നന്ദി. ശ്രീ സുഭാഷ് ബാബുവാണ് പ്രതികരിച്ചത്. കൈവെട്ട് കേസിൽ 1-ാം പ്രതി സവാദ് 13 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് സവാദ് പിടിയിലായത്.